ശ്രീകുമാർ നോക്കൂ അജിംസെ, എത്ര മനോഹരമായൊരു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെയാണ് CPM വക്രീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വപരമായ സമീപനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആശാ സമരത്തോടുള്ള CPMൻ്റെ നിലപാടെന്താ? എത്ര മാസമായി, 4 മാസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള CPMൻ്റെ മനുഷ്യത്വപരമായ സമീപനം എന്താ? പ്രത്യയശാസ്ത്രം മനുഷ്യൻ്റെ വികാരത്തെ മനസ്സിലാക്കാനായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ ചുരുക്കം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു സാമ്പത്തിക നയ കാര്യങ്ങളിൽ കോൺഗ്രസുമായിട്ട് വിയോജിപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ UDF കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ മൂലധനവും അതുപോലെ സ്വാശ്രയ വിദ്യാഭ്യാസവും എന്തിനാണ് ഇവർ അംഗീകരിച്ചത്? കേരളത്തിലെ CPM എന്തിനാണ് അംഗീകരിച്ചത്? പിന്നെ മറ്റൊരു കാര്യം, കേന്ദ്രത്തിലെ ഫാഷിസ്റ്റ് ഗവൺമെൻറ് അല്ല, ഫാഷിസ്റ്റ് മനോഭാവം വരുന്നതേ ഉള്ളൂ എന്നാണല്ലോ CPM പറയുന്നത്. അവിടെ BJPയുടെ മാധ്യമ നയവും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാധ്യമ നയവും എന്ത് വ്യത്യാസമുള്ളത്? തിരുവനന്തപുരത്ത് അജിംസിൻ്റെ മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിക്ക് സെക്രട്ടേറിയറ്റ് കയറാൻ പറ്റുമോ? നിയമസഭാ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ എന്താണ് ആ നിലപാട്? എന്ത് നിലപാടാണത്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലേ മാധ്യമങ്ങളെ ഇവിടെ വിലക്കിട്ട് നിർത്തിയത്? വാർത്ത എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളല്ലേ വാർത്ത എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞത്? വാർത്തയ്ക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട്, SFIയെ വിമർശിച്ചുകൊണ്ട് വാർത്ത എഴുതിയാൽ അറസ്റ്റ് ചെയ്യുന്ന കാലമല്ലേ? ഇതൊക്കെ VPP മുസ്തഫ മറന്നുപോയോ? അപ്പോൾ ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞ അതിമനോഹരമായൊരു പ്രസംഗം എന്ന് പറഞ്ഞാൽ കേട്ട് നോക്കണം ശ്രീ മുസ്തഫ. ആ പ്രസംഗം അദ്ദേഹം ബേസാക്കിയത് എന്താണ്? മനുഷ്യത്വമാണ്. പ്രത്യയശാസ്ത്രം എത്രയായാലും ശരി, മനുഷ്യനെ സ്നേഹിക്കാത്ത പ്രത്യയശാസ്ത്രം എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരുപാട് കോൺഗ്രസ്സുകാർ എന്നെ വന്ന് കാണുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസാര വിഷയത്തെ ഇങ്ങനെ വക്രീകരിച്ചിട്ട് CPMന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? RSSുമായി ബന്ധം, RSSൻ്റെ CPMന് RSSനോടുള്ള നിലപാട്, അതുപോലെ RSSന് CPMനുള്ള നിലപാട്. ഇപ്പോൾ ഇത് അവസാനത്തെ നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്തെ ഗവർണർ അതുപോലെ വൈസ് ചാൻസലർ സമരം. ആ സമരത്തിൽ എത്ര രൂക്ഷമായിട്ടാണ് SFI സമരം ചെയ്തത്? ചില കോൺഗ്രസ് ഒരു കോൺഗ്രസ് PJ കുര്യൻ പറഞ്ഞില്ലേ SFIയെ മാതൃകയാക്കണമെന്ന്? ആ സമരത്തിൻ്റെ ഗതി എന്താ ജിംസെ? ഏത് പ്രത്യയശാസ്ത്ര പ്രകാരമാണ് ആ സമരത്തിൽ നിന്നും SFI മാറി നിന്നത്? ഏത് പ്രത്യയശാസ്ത്രപരമായാണ് ആ സമരത്തെ സന്ധി ചെയ്യാനായിട്ട് CPM തയ്യാറായത്? അപ്പോൾ സമരം ചെയ്യുക, സന്ധി ചെയ്യണം, സമരം ചെയ്താൽ ശരിയാ. പക്ഷേ അനാവശ്യ സമരം നടത്തിയിട്ട് സന്ധി ചെയ്യാൻ പാടില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ കാതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്ന ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ആശയപരമായ ശത്രു BJP ആണ്. RSS സംഘപരിവാർ സിദ്ധാന്തങ്ങൾക്കെതിരാണ്. ഗാന്ധിയൻ തത്വചിന്തകളിൽ, ഗാന്ധിയൻ തോട്ട്സ്, അതിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു തൊഴിലാളി വർഗ സർക്കാരല്ല കേരളം ഭരിക്കുന്നത്, ഒരു മുന്നണി സർക്കാരാണെന്ന് പറഞ്ഞ CPMൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മുന്നണി സർക്കാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എല്ലാവരും ലിജുവൊക്കെ എത്രയോ വട്ടം പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ മുന്നണി സർക്കാരിലല്ലേ കർണാടകത്തിലെ BJP ബന്ധമുള്ളൊരു രാഷ്ട്രീയ കക്ഷിയെ നിങ്ങൾ ഘടകകക്ഷിയാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ഇവർക്ക് ഉത്തരവുണ്ടോ? അപ്പം പ്രത്യയശാസ്ത്രമില്ല CPMന്. ആ പ്രത്യയശാസ്ത്രപരമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, മനുഷ്യവികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് സമകാലിക വർത്തമാനകാലത്തെ കേരളത്തിലെ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ്. അത് കേരളത്തിലെ ആത്മഹത്യകൾ, വയനാട് നിലമ്പൂരിലെ ആ കുട്ടി ഷോക്കേറ്റ് മരിച്ചത്, കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ചത്, അതുപോലെ കണ്ണൂരിൽ ഒരു സമരകാലത്തെ 4-5 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പുള്ള ഒരു സമരകാലത്തെ പാചക തൊഴിലാളികൾ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ കഞ്ഞിക്ക് തയ്യാറാക്കി വെച്ചിരുന്ന അരി തട്ടിയിട്ടത്, ഇതൊക്കെയാണ് മനുഷ്യത്വരഹിതമായ പ്രസ്താവന. അങ്ങനെയൊക്കെ സമരം ചെയ്യുന്നവർ, തലക്കടിച്ച് സമരം ചെയ്യുന്നവർ, അത് രക്ഷാപ്രവർത്തനമാണെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി എന്ത് പ്രത്യയശാസ്ത്രമാണ്? അതാ പറഞ്ഞ മനുഷ്യത്വം വേണം, മനുഷ്യരാകൂ, മനുഷ്യനാകണം എന്ന് പാടിയാ പോരാ ശ്രീ മുസ്തഫ, മനുഷ്യനാകണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ കാതൽ അതാണ്. അത് വക്രീകരിച്ച് വഷളാക്കരുതെന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇവിടെ മുസ്തഫ പറഞ്ഞല്ലോ ഒരുപാട് വിഷയങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവനായി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രമല്ല, അത് ജനങ്ങളെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണത്തിന് കമ്പാഷൻ, എമ്പതി, മോറൽ പൊളിറ്റിക്സ്, ഇതൊക്കെ ഒരുതരം ഗാന്ധിയൻ തോട്ടാണ്. അതൊന്നും ഭൗതികമായി ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കോ മാർക്സിസ്റ്റുകൾക്കോ അത്തരം കാര്യങ്ങൾ അവരുടെ വിഷയങ്ങളെ അല്ല.